ചേച്ചിയുടെ പൊന്നുമോള് 2 ദിവസം എവിടെ പോയി? അമ്മയെ കാണാൻ പോയി, എന്നിട്ട് കണ്ടോ? ഇല്ല. നീ ആരോടും പറയാതെ നീ പോവോ? അങ്ങനെ ആരെങ്കിലും പിടിച്ചോട്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടി നീ? നീ എന്നോടെങ്കിലും ചോദിച്ചാ? പറഞ്ഞിട്ടല്ലേ പോകാനുള്ളത്? ഞാൻ കൊണ്ട് കാണിക്കുമായിരുന്നല്ലോ അമ്മേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടിച്ചാൽ ഞാനും കൈ പൊക്കും, നോക്കിക്കോ. എന്ത്? ചേച്ചിക്ക് മാത്രമേ കൈ പൊക്കാവോ? ഞാനും അടിക്കും. പോ അവിടെ നിന്ന്, തൊടണ്ട എന്നെ. ഇനി വാ, അങ്ങോട്ടൊന്നും പോകല്ലേ, ഇവിടെ വരാൻ. എടാ കുട്ടു, മതിയായെങ്കിൽ മാറടാ. എടാ ചെറുക്ക, മാറടാ. എന്തു മാമ നോക്കുന്നേ? ഹായ്, നോക്കൂ, എല്ലാവരും അന്വേഷിച്ച അനിയത്തിക്കുട്ടിയും അമ്മയും വീണ്ടും 4 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അവർക്കാണ് ഈ ചോറ്. ബാ കഴിക്കാൻ, ബാ. ദാ വരുന്നുണ്ടോ? 4 ദിവസം കഴിഞ്ഞു. 5-ാം ദിവസം ഇന്ന് അമ്മ ഇവിടെ വരുന്നതും, അതുപോലെ ഈ കുഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് 3-ാം ദിവസം കഴിഞ്ഞു. രാത്രിയിൽ ഇറങ്ങി ഓടിയ കുഞ്ഞിനെ ഞങ്ങൾ കാണുന്നത് ഇന്ന് 3-ാം ദിവസത്തിലാണ് കേട്ടോ. ഈ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വളരെ സങ്കടം തന്നെയായിരുന്നു. പൊടി കുഞ്ഞല്ലേ, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളുടെ ഈ പരിസരത്ത് തന്നെ. എന്നിട്ടും കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. അതുപോലെ അമ്മയും ഇതാ എവിടെ നിന്നാണെന്നറിയില്ല വീണ്ടും ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമായി. ഇനിയെങ്കിലും കുഞ്ഞ് നേരോണം അവിടെ നിന്നാൽ മതിയായിരുന്നു. കണ്ടാൽ തന്നെ പാവം തോന്നിപ്പോവും. അത്രയ്ക്ക് ഒരുപാട് മോശപ്പെട്ടിരിക്കുകയാണ് ആ പൊടി കുഞ്ഞ്. ആഹാരം കിട്ടാതെയും ബുദ്ധിമുട്ടിയും അല്ലേ, പാവം. ഇനി എന്താണ് പരിപാടി എന്നറിയില്ല. ഇനി കഴിച്ചിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുമോ, അതിവിടെ ആക്കിയിട്ട് പോകുമോ എന്നൊന്നും അറിയില്ല. കുഞ്ഞിന് വേണ്ടി അമ്മ വെയിറ്റിങ്ങിലാണ്. കുഞ്ഞ് ചോറ് കഴിക്കുന്നുണ്ടേ. കഴിച്ച് തീർന്നാൽ എന്താണ് തീരുമാനമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോഴും കൊണ്ടുപോകും, ചിലപ്പോഴും ഇവിടെ നിർത്തിയിട്ട് അമ്മ തന്നെ ഒറ്റയ്ക്ക് പോകും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മായു ഒരു കമ്പനിക്ക് വന്നപ്പോൾ തന്നെ ആ അമ്മ ഇവിടെ ആക്കിയിട്ട് പോകാനുള്ള പ്ലാൻ തന്നെയാണ്. നല്ല കാര്യം തന്നെ, കൂടെ നിൽക്കട്ടെ. മായുവൊക്കെ ചെറിയ കമ്പനിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആരോടും അടുക്കാതെ തന്നെ അമ്മയുടെ അടുത്ത് സ്നേഹത്തോടെ ചെല്ലുകയാണ്. കുട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് അമ്മയോട് സ്നേഹം കാണിച്ച് കുട്ടി കൂടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. കുഞ്ഞിവിടെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ നോക്കും കേട്ടോ. ഞങ്ങളുടെ 3 കുട്ടികളെ നോക്കുന്നത് പോലെ പൊന്നുപോലെ നോക്കും. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് പോകാം അമ്മ, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, വാ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞ് അമ്മയോട് സ്നേഹം കാണിച്ച് കൂടെ നിൽക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾ എത്രയോ പ്രാവശ്യം കൂട്ടുകൂടാനായിട്ട് ആ പൊടി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നപ്പോഴൊന്നും ആ കുഞ്ഞ് ചീറി മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവന്മാരിപ്പോൾ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ വന്നാലും പോയാലും വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. കുഞ്ഞിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് നല്ല കമ്പനിയാകും, എന്നാൽ അടിപൊളിയായിരിക്കും. എൻ്റെ അമ്മയുടെ പാല് കുടിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ, നാക്ക് തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ അമ്മ തനിച്ചാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടമില്ലാത്ത കുഞ്ഞു അമ്മയെ തേടി പോയിരിക്കുന്നു. അമ്മ എന്തായാലും കാണാൻ ചാൻസ് ഇല്ല. അമ്മ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടാവും. കുഞ്ഞ് അതുപോലെ തിരിച്ചെത്തും. ചേച്ചിയുടെ പൊന്നുമോള് 2 ദിവസം എവിടെ പോയി? അമ്മയെ കാണാൻ പോയി, എന്നിട്ട് കണ്ടോ? ഇല്ല. നീ ആരോടും പറയാതെ നീ പോവോ? അങ്ങനെ ആരെങ്കിലും പിടിച്ചോട്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടി നീ? നീ എന്നോടെങ്കിലും ചോദിച്ചാ? പറഞ്ഞിട്ടല്ലേ പോകാനുള്ളത്? ഞാൻ കൊണ്ട് കാണിക്കുമായിരുന്നല്ലോ അമ്മേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടിച്ചാൽ ഞാനും കൈ പൊക്കും, നോക്കിക്കോ. എന്ത്? ചേച്ചിക്ക് മാത്രമേ കൈ പൊക്കാവോ? ഞാനും അടിക്കും. പോ അവിടെ നിന്ന്, തൊടണ്ട എന്നെ. ഇനി വാ, അങ്ങോട്ടൊന്നും പോകല്ലേ, ഇവിടെ വരാൻ. എടാ കുട്ടു, മതിയായെങ്കിൽ മാറടാ. എടാ ചെറുക്ക, മാറടാ. എന്തു മാമ നോക്കുന്നേ? ഈ ചെറുക്കൻ കുടിച്ച് എൻ്റെ തൊണ്ട ഉണങ്ങുന്നു. എങ്ങനെ കുടിക്കും? കുട്ടൂസിൻ്റെ അമ്മയോട് ചോദിക്കാതെ എങ്ങനെ കുടിക്കും? അമ്മയുടെ അടുത്തോട്ട് ചെന്ന് സ്നേഹിച്ച് ഒരു ഇണക്കുക കൊടുത്തിട്ട് വന്ന് കുടിക്കാം. എല്ലാവരും സ്നേഹിച്ച് വന്നപ്പോൾ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് എൻ്റെ തല വെടിച്ച് പോകണം. ഇപ്പോഴും കണ്ടില്ലേ പാല് കുടിക്കാൻ പെടുന്ന പാട് ഞാൻ. എന്തായാലും കുട്ടൂസിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ് നോക്കാം. മോനെ കുട്ടൂസ, അമ്മ സമ്മതിച്ചടാ. അങ്ങോട്ടൊന്ന് മാറടാ, മാറി അങ്ങോട്ട് കിട. നീ അത് വിട്ടിട്ട് വേറെ കുടിയടാ. ഇവരുടെ അമ്മയ്ക്ക് ഒരു പാലേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ഒന്നും കാണാനില്ലല്ലേ. ഈ ചെറുക്കത് എന്തു കുടി ഇവിടെ കിടന്ന് കുടിക്കുന്നത്? മാറിപ്പോടാ, വേറെ എവിടെയും കാണുന്നില്ല പാല്. എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോട്ട്. ഇവിടുത്തെ ചോറും കഴിച്ചുകൊണ്ടങ്ങ് കൂടാം.
ഈ അമ്മ എൻ്റെ അമ്മയെക്കാളും സ്നേഹമുള്ള അമ്മച്ചിയാണ്. നോക്കിയാണ്, നല്ല സുന്ദരി അമ്മച്ചിയല്ലേ, കാണാനൊക്കെ കൊള്ളാം. എന്നാലും ഒരു പാലേ ഞാൻ കണ്ടോളൂ. ഇവൻ്റെ കുടി കണ്ടിട്ട് എനിക്ക് കൊതി വന്നു വയ്യ. ഇവനൊന്ന് മാറിയിരുന്നെങ്കിൽ ഇതാ അടുത്തവനും വരുന്നു. ഇവന്മാർക്ക് പോയി കളിച്ചൂടെ? പാല് കണ്ടുപിടിച്ച് കുടിയടാ, കുടിക്കുതാണ്ട പോയി കുടി, നിനക്ക് സുഖം തന്നെ. ഇവന്മാരുടെ മുഖത്തൊക്കെ പാലിൻ്റെ മണം. ഇവന്മാരെപ്പോഴും കുടിക്കുമായിരിക്കും. ഞാൻ നോക്കട്ടൊന്ന്. അല്ലെങ്കിൽ വേണ്ട, ഒന്ന് മാറിയാടാ, അങ്ങ് പോട്ട്. പോയി 2 ചോറ് ഇന്ന. ചോറും മീൻകറിയും തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ. ഇതാ ഇവിടെ ചേച്ചിയുടെ അടുത്തല്ലേ ഇരിക്കാം. കുടിക്കണടാ, നന്നായി വാ, ഞാൻ ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കാം. നമുക്ക് പാലിനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിറച്ച പാല് എനിക്ക് തരുമായിരുന്നു. ഞാൻ ഒരാളേ ഉള്ളൂ ഇപ്പോഴും. ഒരുപാട് പാല് കുടിക്കായിരുന്നു എനിക്ക്. എല്ലാം എൻ്റെ വിധി. നോക്കൂ, വിരുന്നുകാരി ചേച്ചിയുടെ മാത്രം സ്നേഹം കാണിക്കുന്ന അവളുടെ സ്വന്തം കുഞ്ഞനിയത്തിയാണ് ഇതാ അവളടുത്ത് വന്നിരിക്കുന്നത്. അവളായിട്ട് എന്തൊക്കെ സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, അമ്മ വരുമ്പോൾ ചേച്ചിയെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ചേച്ചിയുടെ ലൈൻ എനിക്കറിയാം. എന്ത് പറഞ്ഞടി നീ? ആവശ്യമെല്ലാം ഉണ്ടല്ലോ. ഓ, എനിക്കറിയാം ചേച്ചി, ഒന്നും പറയണ്ട. പിന്നെ ഉണ്ടല്ലോ, ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് നടക്കരുത്. പിന്നെ അതെന്താ ചേച്ചി പേടിച്ചെന്ത്? എന്താ പേടിക്കണത്? ഇപ്പം ചാടി ചാടി പേടിക്കണത്? ചേച്ചിക്ക് ഇപ്പം എന്താ അങ്ങനെ ഒരു കുലുക്കം ചാട്ടം പേടി? ഇവളെന്തെങ്കിലും ചെന്ന് പറയൂ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിറവൊക്കെ വൃത്തിയാക്കി എവിടെയെങ്കിലും പോയി ഇരുന്ന് ഉറങ്ങാം. എന്നാലും ഒരു പ്രാവശ്യം കൂടെ നോക്കട്ടെ. മുട്ടസൂചി ഊന്നാൻ പോലും സ്ഥലമില്ല. ഇവിടെ എല്ലാം ഇരിക്കുന്നതാണ് വൃത്തി. ഒഴിഞ്ഞു മാറട്ടെ, എന്നിട്ട് നോക്കാം. പാല് കിട്ടാതെ വിഷമിച്ച് അവിടെ ഇരുന്നു മാമനെ നോക്കുന്ന കണ്ടോ? എന്തൊരു പാവല്ലേ. എന്ത് ചെയ്യാനാണ്? അതിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്കും പാല് കൊടുത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതാ നമ്മുടെ 3 പിള്ളേരും നന്നായിട്ട് പാലും കുടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങാനായിട്ടിരിക്കുമ്പോൾ വിരുന്നുകാരിതാ ചോറ് കഴിക്കാൻ പോകാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അവളങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അവൾ പോകുന്നത് നോക്കി മാമനെ നോക്കി എന്ത് ചെയ്യട്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതാ കൂടെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അവളുടെ വാലി പിടിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞ് നടക്കുന്നത് എപ്പോഴും. ആ സ്നേഹബന്ധം നോക്കിയേ. ഇതാ തിരിച്ച് നമ്മുടെ പിള്ളേരൊക്കെ പാല് കുടിച്ച് മാറി. പാലും കുടിച്ച് കിടക്കുന്ന മായുവിന് വളരെ ഒരു സ്നേഹം സുന്ദരി കുട്ടിയോട്. നോക്കിയേ, അവളോടൊത്ത് കളിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ എന്താണ് നോക്കുന്നത്? ഇതാ അവിടെ ഒരു കീരിക്കുട്ടൻ വന്നിട്ടുണ്ടേ. 4 പിള്ളേരും അത്ഭുതത്തോടെയാണ് ആ കീരിക്കുട്ടനെ നോക്കുന്നത്. അതുപോലെ വലിയവർക്ക് ഒരു പേടിയൊന്നുമില്ല. കാര്യം ഇടയ്ക്ക് എന്നും കാണുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ടെൻഷനില്ല. ചെറിയ കുഞ്ഞുങ്ങൾ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇതാ നോക്കുന്നുണ്ടോ? 4 പേരും ഒന്നിനൊന്നിനെ പേടിച്ചാണ് അത്ഭുതം നോക്കുന്നത്. കീരിക്കുട്ടനാണെങ്കിലോ എന്തെങ്കിലും അവിടെ ഒന്ന് പറക്കി തിന്നിട്ട് പോകാനുള്ളൊരു പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. ആരും ഉപദ്രവിക്കുന്നതായിട്ട് ഇവിടെ ഒരറിവുമില്ല കേട്ടോ. ഇതാ നോക്കിയേ, ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമൊക്കെ ഉള്ള ചെറുക്കാനാണ്. ഇതാ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോക്കണം, നോട്ടം കണ്ടവന്മാർ. ആഹാ, പിള്ളേരുടെ ശത്രുവായ കീരിക്കുട്ടൻ അവൻ്റെ വഴിക്ക് പോയി. ഇതാ നമ്മുടെ 4 പിള്ളേർ നിരന്നിരിക്കുന്നു. ഒരടിപൊളിയല്ലേ കാണാൻ തന്നെ. 4 സുന്ദര കുട്ടപ്പന്മാരാണ്. എന്തായാലും നമ്മുടെ പിള്ളേരുടെ കൂടെ ഇണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ മാമനും മാമിയും കണ്ടു കഴിഞ്ഞാലും നല്ല ഓട്ടമാണ്. കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ട്. പേടി മാറ്റി അവനെ കുട്ടപ്പനാക്കി സുന്ദരിക്കുട്ടിയായി ഞങ്ങൾ എടുക്കും കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കണ്ടെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.